10ാം ക്ലാസ് പരീക്ഷയെക്കുറിച്ച് SLC പരീക്ഷകൾ ഇന്ന് ആരംഭിക്കുകയാണ്. നിങ്ങൾക്കറിയാം 4,27,000 കുട്ടികൾ ഇന്ന് പരീക്ഷാ ഹാളിലേക്ക് കടക്കും. പഠിച്ചത് മുഴുവൻ എഴുതാൻ കഴിയുമോ എന്ന ആശങ്ക പല കുട്ടികൾക്കും ഉണ്ടാകും. നമ്മൾ അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട. പഠിച്ച് ഹൃദയസ്ഥമാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷാ ഹാളിൽ വെച്ച് ഓർമ്മിക്കാൻ ശ്രമിച്ചാൽ ഓർമ്മിക്കാൻ കഴിയും. അതേസമയം നമ്മൾ പഠിച്ചത് 100% പരീക്ഷാ കടലാസിലേക്ക് ചിലപ്പോൾ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വരാം. അതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. കാര്യം 100% നിങ്ങൾ ശരിയാക്കി എഴുതണമെന്ന് പരീക്ഷാ ബോർഡ് പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ പരീക്ഷാ സമ്പ്രദായത്തിൻ്റെ ഒരു ന്യൂനതയായിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം. ഘട്ടം ഘട്ടമായുള്ള വിലയിരുത്തലുകൾ ഈ 10ാം ക്ലാസ് പരീക്ഷയ്ക്കില്ല, മറ്റു പരീക്ഷകൾക്കും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പഴയ പരീക്ഷാ രീതികൾ തന്നെയാണ് അവലംബിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കാണാപ്പാഠം പഠിച്ച് ഹൃദയസ്ഥമാക്കി പോയി പരീക്ഷാ ഹാളിൽ ഛർദ്ദിക്കേണ്ടി വരുന്നത്. എന്തായാലും രാത്രി വൈകിയോളം നിങ്ങൾ ഒരുപാട് വെളുക്കുന്നവരൊന്നും ഇരുന്ന് പഠിക്കരുത്. കാരണം ഉറക്കക്ഷീണം കൊണ്ട് നിങ്ങൾക്ക് പലതും ഓർമ്മിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. സാധാരണ എത്ര മണിക്ക് ഉറങ്ങുമോ അത്രയും സമയത്ത് തന്നെ പരമാവധി ഉറങ്ങാൻ ശ്രമിക്കുക. നല്ല ആത്മവിശ്വാസത്തോടെ പോയി പരീക്ഷ എഴുതുക. അതുപോലെ അത്യാവശ്യം വെള്ളമൊക്കെ കൂടി. ചില കുട്ടികളെ കൊണ്ട് സൂത്രപ്പണിയുണ്ട്. പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഈ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിലെടുത്ത് വെച്ച് ഉറങ്ങാതിരിക്കാൻ വേണ്ടി ശ്രമങ്ങളൊക്കെ നടത്തുക. നമ്മുടെ സിസ്റ്റത്തിന് ആവശ്യമായ വിശ്രമം വേണം. കണ്ണിനും കാതിനും തലച്ചോറിനും ഒക്കെ വിശ്രമം വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്നും ഉറങ്ങുന്ന സമയത്ത് പരമാവധി ഉറങ്ങാൻ ശ്രമിക്കുക. ഈ പരീക്ഷാക്കാലത്ത് ഓവർ സ്ട്രെയിൻ എടുത്ത് നിങ്ങൾ ക്ഷീണമുണ്ടാക്കി പരീക്ഷാ ഹാളിൽ പോയി ഇരിക്കരുത്. കാരണം അപ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെയെങ്കിലും ഇതൊന്ന് എഴുതി തീർത്താൽ മതി എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കടന്നു കയറും. അപ്പോൾ നമ്മൾ പലതും എഴുതുന്നതിൽ ഉഴപ്പാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഉഴപ്പാതെ വളരെ ആത്മാർത്ഥതയോടെ ആത്മവിശ്വാസത്തോടെ പഠിച്ചതൊക്കെ നന്നായി ഓർമ്മിച്ചെടുത്ത് പരീക്ഷ എഴുതുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുട്ടികളാരും മറന്നു പോകരുത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാണ്, ചോദ്യം വായിച്ച് മനസ്സിലാക്കണം. ആൻസർ ടു ദ ക്വസ്റ്റ്യൻ എന്നാണ്. ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ എഴുതേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ചോദ്യം എന്താണ്, ചോദ്യത്തിൻ്റെ മറവിൽ എന്തെങ്കിലും കൃത്രിമമുണ്ടോ, ചോദ്യത്തിനകത്ത് എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കണം. അപ്പം ചോദ്യം വ്യക്തമായി വായിച്ചു നോക്കാൻ അല്പം സമയം ചെലവഴിച്ചാലും വേണ്ടില്ല. കൃത്യമായി ചോദ്യം മനസ്സിലാക്കിയിട്ടേ ഉത്തരം എഴുതാവൂ. എപ്പോഴും മനസ്സിൽ ഓർക്കണം, ഒൺലി ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ആശംസകൾ നേരുന്നു. ധൈര്യമായിട്ട് പോയി എഴുതുക. നമ്മളൊക്കെ അല്ലേ കൂടെ 10ാം ക്ലാസ് പരീക്ഷ ചുമ്മാ പോയി എഴുതണം.